എന്തായിരുന്നു തുടങ്ങിയത്? തുടങ്ങിയത് ഒരു കറ്റാർ വാഴൻ്റെ ഒരു കറ്റാർ സോപ്പ് എന്നുള്ളൊരു ബ്രാൻഡിൽ. കറ്റാർ. ഓക്കെ. അതിനുശേഷം പല ബ്രാൻഡ്സ് ഉണ്ടായിരുന്നു. ഈ കറ്റാർ വിജയിച്ചോ? കറ്റാർ വിജയിച്ചെന്ന് പറയാൻ പറ്റില്ല. എവിടെ നിന്നാണ് പിന്നെ ഒരു സ്പാർക്ക് ഉണ്ടായത്? സ്പാർക്ക് ഉണ്ടായത് കേരളത്തിലെ ഒരു സോപ്പ് ഇൻഡസ്ട്രി ആദ്യം പഠിച്ചു. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് തോന്നി. പല ഇൻ്റർനാഷണൽ ബ്രാൻഡ് കളിക്കുന്ന ഒരു മാർക്കറ്റാണ്, ഭയങ്കര കോമ്പറ്റീഷനുള്ള മാർക്കറ്റാണ്. പക്ഷെ അവിടെ തക്കതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. കേരളത്തിൻ്റെ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സോപ്പാണ് ക്യൂട്ടി എന്ന് പറയുന്നത്. മലയാളികൾ വളരെ സെൻസിറ്റീവ് ആവുന്ന പ്രൈസിലാണ്. അവർക്ക് നല്ലൊരു പ്രൈസിന് കിട്ടാണ് ദേ ആർ അക്സെപ്റ്റിംഗ് ദ വാല്യൂ ഫോർ മണി. അതെ, വാല്യൂ ഫോർ ഗുഡ് ക്വാളിറ്റിയും കൂടെ ഉണ്ടാവും, രണ്ടും വേണം. അപ്പോൾ ഇത് രണ്ടിലും ആൾക്കാർക്ക് കിട്ടിയപ്പം ഇതാണ് ഒരു ബ്രാൻഡിന്റെ വിജയം എന്ന് പറയുന്നത്. അവർ ആദ്യം കസ്റ്റമേഴ്സ് അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതെ, സാധാരണക്കാരുടെ ഒരു സോപ്പ് എന്നുള്ളൊരു ഒരു പ്രിൻസിപ്പിൾ അവിടെ വന്നു അല്ലേ? എന്നാൽ നല്ല മണമാണ്. അതെ, അത് ഈ പറഞ്ഞ പോലെ മണം ഡ്യൂറബിൾ ആണ്. പിന്നെ വേറെ അഴുക്കൊക്കെ പോകണം. അതെ അതെ. കമ്പനി ഒരു 2018 എത്തിയപ്പം ഒരു നൈറ്റിലായിരുന്നു ആ സംഭവം. ഒരു ഷോർട്ട് സർക്യൂട്ടായിട്ട് കമ്പനീൻ്റെ ഒരു ഭാഗത്തുനിന്ന് കത്തി തുടങ്ങി. പക്ഷെ ആൾക്കാർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഫാദർ കൊച്ചിയിലായിരുന്നു. പെട്ടെന്ന് ഇൻസിഡൻറ്റ് കാരണം അവിടെ എത്തുമ്പോഴത്തേക്ക് കാണുന്ന സീൻ ഇതാണ്. മൊത്തം കത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാഫ്സ് അവിടെ ഉണ്ട്, കരയുന്നുണ്ട്. നിങ്ങൾ UK പോയപ്പോൾ ഞങ്ങളോട് പറഞ്ഞ എന്തെങ്കിലും ഒരു ജോബ് ചെയ്യണം പാർട്ട് ടൈം ആയിട്ട്. അപ്പോൾ ഞാനും ബ്രദറും 2 ഡിഫറെൻറ്റ് ഫേംസിൽ കയറി. ഫ്രഞ്ച് ഫ്രൈസ് പൊരിക്കുന്ന സെഷനിലായിരുന്നു എൻ്റെ ജോബ്. അത് കൂടാതെ നല്ല ചൂടാണ്. നല്ല ചൂടുമാണ്. അതിൻ്റെ കൂടെ തന്നെ അവിടുത്തെ ക്ലീനിങ്, വാഷിങ് എല്ലാം ഞങ്ങൾ തന്നെ ചെയ്യണം. നമ്മുടെ കേരളത്തിൻ്റെതായ തനതായ ഒരു ബ്രാൻഡ്, അതും ഒരു FMCG ബ്രാൻഡ്, മലയാളികളെല്ലാം ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡ്, നമുക്കെല്ലാവർക്കും ഒരു സ്വപ്നം തോന്നുന്നൊരു കാര്യമായിരിക്കാം. അതും മൾട്ടിനാഷണൽ കമ്പനികളും വലിയ വലിയ കോർപ്പറേറ്റുകളുമൊക്കെ അടച്ച് വാഴുന്ന മേഖല. ഞാൻ പറയുന്നത് സോപ്പിനെ കുറിച്ചാണ്, ടോയ്ലറ്റ് സോപ്പ്. അവിടെയാണ് ഒരു വ്യക്തി നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ബ്രാൻഡ് ഉണ്ടാക്കി ആ മാർക്കറ്റ് ഷെയർ മുഴുവൻ പിടിച്ചെടുത്ത് കേരളത്തിലെ ആ സെഗ്മെൻറ്റിലെ ഇൻഡിവിജ്വലി നോക്കിയാൽ നമ്പർ 1 ആവുന്നത്. ആ ബ്രാൻഡിൻ്റെ പിന്നിലെ കഥയാണിത്. അതിൻ്റെ 2ാം തലമുറയുടെ കഥയാണിത്. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ളൊരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. നിങ്ങൾ ക്യൂട്ടി സോപ്പ് മാർക്കറ്റിൽ കണ്ടു കാണും. അതാരാണ് ഇതിൻ്റെ പിന്നിൽ, ഇതിനെങ്ങനെയാണ് ഇതിൻ്റെ ചരിത്രം എന്നൊക്കെ അറിയാൻ എന്നോടൊപ്പം സ്പാർക്കുള്ള കഥ പറയാനിരിക്കുന്നത് ന്യൂജനായ ഇസ്മയിലാണ്. ഇസ്മയിൽ, സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു. താങ്കളുടെ നാട് എവിടെയാണ്? എൻ്റെ നാട് പാലക്കാടാണ്. നിങ്ങൾ പാലക്കാടുകാരാണോ? പാലക്കാടുകാരാന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ കാസർഗോഡാണ്. കാസർഗോഡാണ്. താങ്കൾ പഠിച്ചത് പാലക്കാടായിരുന്നു. അതിനുശേഷം ഗ്രാജുവേഷൻ ചെയ്തത് ലണ്ടനിലായിരുന്നു, ലണ്ടൻ ഗ്രീൻവിച്ച് യൂണിവേഴ്സിറ്റി. താങ്കൾ ഒറ്റ മകനാണോ? അല്ല, എനിക്കൊരു ട്വിൻ ബ്രദറും ഉണ്ട്. ഹിസ് നെയിം ഇസ് ഇബ്രാഹിം. നിങ്ങൾ 2 മക്കളാണ്? അല്ല, 6 മക്കളാണ്, 2 ആൺകുട്ടികൾ. ഓക്കെ, ബാക്കിയെല്ലാം പെൺകുട്ടികൾ. ഇത്തമാരാണ്? ഇത്തമാര് 3 ഇത്തവും ഒരു അനിയത്തിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഐഡന്റിറ്റിക്കൽ അല്ല, ബട്ട് ട്വിൻ ബ്രദേഴ്സ് ആണ്. അതെ അതെ. ഓക്കെ, നിങ്ങൾ ഒരുമിച്ചാണോ UK പോയി പഠിച്ചത്? അത് ഒരുമിച്ചായിരുന്നു. ഓക്കെ, താങ്കളുടെ ഉപ്പയിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? അദ്ദേഹത്തിന്റെ പേര് KP കാലത്ത്. ഓക്കെ, അദ്ദേഹം കാസർഗോഡ് സ്വദേശി? കാസർഗോഡാണ് സ്വദേശം. ബിസിനസ് പരമായിട്ടാണ് പാലക്കാടേക്ക് വന്നത്. അദ്ദേഹം എന്തായിരുന്നു ചെയ്തിരുന്നത് ചൈൽഡ്ഹുഡിൽ? ആക്ച്വലി ആള് സെയിൽസ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. ജ്യോതി ലാബോറട്ടറി എന്ന കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ജ്യോതി ലാബോറട്ടറിയിൽ? ഓക്കെ, രാമേന്ദ്രൻ സാർ. അതെ, സെയിൽസിലായിരുന്നു. എത്ര വർഷം ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഏകദേശം കുറേ വർഷത്തോളം അവിടെ ആയിരുന്നു. അതിനുശേഷമാണ് പിന്നെ ദുബായിലേക്ക് പോയത്. ദുബായിലും അത്യാവശ്യം അവിടെ വർക്ക് ചെയ്തു. പിന്നെ തിരിച്ചു വന്നു. അങ്ങനെ ഒരു 2007 കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു സംരംഭം തുടങ്ങുന്നത്. അതെ, സ്വന്തമായിട്ടൊരു കമ്പനി വേണം എന്നുള്ളൊരു ആശയം ഉണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങി. എന്തായിരുന്നു തുടങ്ങിയത്? ഒരു കറ്റാർ വാഴൻ്റെ ഒരു കറ്റാർ സോപ്പ് എന്നുള്ളൊരു ബ്രാൻഡിൽ. കറ്റാർ. ഓക്കെ. അതിനുശേഷം പല ബ്രാൻഡ്സ് ഉണ്ടായിരുന്നു. ഈ കറ്റാർ വിജയിച്ചോ? കറ്റാർ വിജയിച്ചെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ചെറിയ രീതിയിലുള്ള സെയിൽസ് മാത്രമായിരുന്നു അതിനുണ്ട്. പിന്നെ വേറെ എന്തൊക്കെ സോപ്പ് ഇറക്കി നോക്കി? ശേഷം ഫെമിന, അങ്ങനെ കുറച്ച്, പിന്നെ വാഷിംഗ് ലിക്വിഡ്, അങ്ങനത്തെ കുറച്ച് വേറെ പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഫാക്ടറി അദ്ദേഹം തുടങ്ങിയോ? ഫാക്ടറി ഉണ്ടായിരുന്നു. എവിടെയാണ്? ഫാക്ടറി കഞ്ചിക്കോടാണ്. അപ്പോൾ അവിടെയാണ് ഈ പരീക്ഷണങ്ങളെല്ലാം നടത്തുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഉറപ്പാണ് കുറേ ഒരു പ്രവാസിയായിരുന്നു, അവിടെ നിന്ന് കൊണ്ടുവന്ന പണമൊക്കെ വെച്ചിട്ട് സമ്പാദ്യമൊക്കെ വെച്ചിട്ടായിരിക്കും അദ്ദേഹം തുടങ്ങിയത്. അപ്പോൾ സ്ട്രഗ്ലിംഗ് ഫേസ് ആയിരുന്നു. നല്ല സ്ട്രഗ്ലിംഗ് ഫേസ് ആയിരുന്നു. ശരി. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം സ്വന്തമായിട്ട് സോപ്പും വേറെ
സോപ്പുകൾ ഉണ്ടാക്കുമായിരുന്നു? അത് പുറത്തുനിന്നുള്ള ജോബ് വർക്ക്സ് എടുക്കാറുണ്ടായിരുന്നു. ഓക്കെ, വേറെ ബ്രാൻഡുകളൊക്കെ, വേറെ ബ്രാൻഡിന്റെ ചെറിയ ജോബ് വർക്ക്സ്. ചെറിയ ജോബുകൾ. അപ്പോൾ തട്ടിമുട്ടി പോകുമായിരുന്നു അങ്ങനെ? അതെ അതെ. എവിടെ നിന്നാണ് പിന്നെ ഒരു സ്പാർക്ക് ഉണ്ടായത്? സ്പാർക്ക് ഉണ്ടായത് കേരളത്തിലെ ഒരു സോപ്പ് ഇൻഡസ്ട്രി ആദ്യം പഠിച്ചു. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് തോന്നി. പല ഇന്റർനാഷണൽ ബ്രാൻഡ് കളിക്കുന്ന ഒരു മാർക്കറ്റാണ്, ഭയങ്കര കോമ്പറ്റീഷനുള്ള മാർക്കറ്റാണ്. പക്ഷെ അവിടെ തക്കതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. കേരളത്തിൻ്റെ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സോപ്പാണ് ക്യൂട്ടി എന്ന് പറയുന്നത്. കേരളക്കാർക്ക് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കി തന്നെ പറയാം. ക്യൂട്ടി. ഓക്കെ, അതാണ് ഇപ്പോൾ ഇട്ട പേരാണ്. അതെ, ക്യൂട്ട് എന്നായിരുന്നു ആദ്യം ഇട്ടത്. പിന്നെ ട്രേഡ് മാർക്കിന്റെ ഇഷ്യൂ ഉള്ളത് ക്യൂട്ടി ആക്കി. ഓക്കെ, അപ്പോൾ ക്യൂട്ടി എന്തുകൊണ്ടാണ് ക്യൂട്ടി? എന്താണ് ആ സോപ്പിന്റെ പ്രത്യേകത? അതുകൊണ്ട് ക്യൂട്ടായിട്ടുള്ള സോപ്പ് എന്നുള്ള രീതിയിൽ തന്നെ. പക്ഷെ അതിൽ അവിടെ ഒരു ഗ്യാപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഗ്യാപ്പ് എന്ന് വെച്ചാൽ പ്രൈസ് അഫോർഡബിൾ ആയിരിക്കണം, ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കണം, 3 ഫ്രാഗ്രൻസ് ഉണ്ടാവണം. ഇത് 3 കേരളത്തിലെ ആൾക്കാർക്ക് വേണ്ടത്. അപ്പൊ അഫോർഡബിൾ ആയിട്ട് മലയാളിക്ക് ഒരു കാര്യം കൂടി വേണം, നല്ല പത ഉണ്ടാവും. അതെ, അത് 4ാമത്തെ ഒരു പോയിന്റ് ആഡ് ചെയ്തു. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തിണക്കിയിട്ട് മലയാളികൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രൈസിംഗിൽ മാർക്കറ്റിലേക്ക് ഇറക്കി. വേറൊരു ബ്രാൻഡ് അംബാസിഡർ ഇന്നേ വരെ ക്യൂട്ടിക്ക് ഉണ്ടായിട്ടില്ല. ക്യൂട്ടി തന്നെയാണ് ക്യൂട്ടിയുടെ ബ്രാൻഡ് അംബാസിഡർ. പക്ഷേ അതങ്ങനെ മാർക്കറ്റിലോട്ട് ഇറങ്ങിയപ്പോൾ ആദ്യം തന്നെ അക്സെപ്റ്റൻസ് വന്നോ? അക്സെപ്റ്റൻസ് ചെറിയ രീതിയിൽ വന്നു തുടങ്ങി. അങ്ങനെ ഇതിനൊരു കംപ്ലയിൻസ് വന്നു തുടങ്ങിയിട്ടില്ല. കാരണം മലയാളികൾ വളരെ സെൻസിറ്റീവ് ആവുന്ന പ്രൈസിലാണ്. അവർക്ക് നല്ലൊരു പ്രൈസിന് കിട്ടാണ്, ദേ ആർ അക്സെപ്റ്റിംഗ് ദ വാല്യൂ ഫോർ മണി. അതെ, വാല്യൂ ഫോർ ഗുഡ് ക്വാളിറ്റിയും കൂടെ ഉണ്ടാവും, രണ്ടും വേണം. അപ്പോൾ ഇത് രണ്ടിലും ആൾക്കാർക്ക് കിട്ടിയപ്പം ഇതാണ് ഒരു ബ്രാൻഡിന്റെ വിജയം എന്ന് പറയുന്നത്. അവർ ആദ്യം കസ്റ്റമേഴ്സ് അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കസ്റ്റമേഴ്സിന്റെ ഇടയിൽ നല്ല അക്സെപ്റ്റൻസ് ഉണ്ടായി. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും കൂടി, ഡിമാൻഡ് കൂടി. അപ്പോൾ നമ്മൾ പ്രൊഡക്ഷനും അതിന്റെ രീതിയിൽ വർദ്ധിച്ചു, ഗ്രോത്ത് ആയി വന്നു. അതിനുശേഷം കുറച്ച് ബ്രാൻഡിങ് ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ടോപ്പ് സിംഗർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, അതെ, കുട്ടികളുടെ ഒരു പാട്ട് പരിപാടിയായിരുന്നു. അതിലും നല്ലൊരു വീടുകളിൽ അമ്മമാരുടെ ഇടയിലൊക്കെ നല്ലൊരു ബ്രാൻഡ് ഉണ്ടായി. അതിനുശേഷം റെയിൽവേ സ്റ്റേഷൻ ആഡ്സ്, അങ്ങനെ പല രീതിയിലും മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്. വലിയ കോടികൾ മുടക്കി ബ്രാൻഡ് അംബാസഡർ ഒന്നും വെച്ചില്ല ഇതുവരെ വെച്ചിട്ട്. അതുപോലുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസിലൂടെ കൊണ്ടുപോയി. പക്ഷെ അത് വളർന്നു. അപ്പോൾ ക്യൂട്ടി സോപ്പ് എന്ന് പറഞ്ഞൊരു സാധനം കേരളത്തിൽ അക്സെപ്റ്റൻസ് ആയി. അതെ, സാധാരണക്കാരുടെ ഒരു സോപ്പ് എന്നുള്ളൊരു പ്രിൻസിപ്പിൾ അവിടെ വന്നു അല്ലേ? എന്നാൽ നല്ല മണമാണ്. അതെ, അത് ഈ പറഞ്ഞ പോലെ മണം ഡ്യൂറബിൾ ആണ്. പിന്നെ വേറെ അഴുക്കൊക്കെ പോകണം അല്ലേ? അങ്ങനെയൊക്കെ ചിന്തയുള്ള ആളാണ് മലയാളി. ഓക്കെ, അപ്പൊ ഈ ക്യൂട്ടി സോപ്പിന്റെ വളർച്ച അതിന് എത്ര വേരിയന്റ് ആയി? അതിന് ഇപ്പൊ 12 ഫ്രാഗ്രൻസോളം ഉണ്ട് ക്യൂട്ടി സോപ്പിൽ. 12 വേരിയന്റ്. അത് കൂടാതെ മറ്റ് പ്രൊഡക്ട്സും ഉണ്ട്. ഹാൻഡ് വാഷ്, ഫേസ് വാഷ്, അതുപോലെ കാർ ഷാമ്പു തുടങ്ങി പിന്നീട് പുതിയ അതൊക്കെ എന്ത് ബ്രാൻഡ് നെയിമിലാണ്? അത് ക്യൂട്ടി തന്നെ. എല്ലാം അല്ല, ഹാൻഡ് വാഷ് ക്യൂട്ടിയുടെ തന്നെ പേരിലാണ്. ഗ്ലോബി എന്ന് പറഞ്ഞിട്ടാണ് ഇത്. പക്ഷെ മെയിൻ ബ്രാൻഡിങ് ക്യൂട്ടിയിലാണ്. ഓക്കെ, അപ്പോൾ അത് പ്രൊഡക്ഷൻ ഇങ്ങനെ പതുക്കെ കൂടി കഞ്ചിക്കോട് കൂടി ഇപ്പോൾ മധുക്കര എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിലുള്ള ഒരു ബിഗ് ഫാക്ടറി ഉണ്ട്. ഓക്കെ, അത് വലിയ ഫാക്ടറിയാണ്. അവിടെ ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് എന്ന് പറയാം കമ്പനി. നമ്മുടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് മധുക്കരയിലോട്ട് അഥവാ തമിഴ്നാട്ടിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. 2018 ഉണ്ടായിരുന്ന ഒരു ഫയർ ഇൻസിഡന്റ് ആണ്. കമ്പനി ഒരു 2018 എത്തിയപ്പം ഒരു നൈറ്റിലായിരുന്നു ആ സംഭവം. ഒരു ഷോർട്ട് സർക്യൂട്ടായിട്ട് കമ്പനീൻ്റെ ഒരു ഭാഗത്തുനിന്ന് കത്തി തുടങ്ങി. പക്ഷെ ആൾക്കാർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഫാദർ കൊച്ചിയിലായിരുന്നു. പെട്ടെന്ന് ഇൻസിഡന്റ് കാരണം അവിടെ എത്തുമ്പോഴത്തേക്ക് കാണുന്ന സീൻ ഇതാണ്. മൊത്തം കത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാഫ്സ് അവിടെ ഉണ്ട്, കരയുന്നുണ്ട്. ഈ സീനിൽ ആകെ ഒരു പോർഷൻ മാത്രമേ കത്താതെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് സേവ് ചെയ്യാൻ ആദ്യം പറഞ്ഞു. വേറെ അടിച്ചിട്ട് ഫയർഫോഴ്സ് വന്നപ്പോൾ ഈ 2 ഭാഗം ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് കത്തിത്തീർന്നിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് വേറെ പ്രൊഡക്ഷൻ ഫെസിലിറ്റി വേണം. കാരണം അത്രയും ഡിമാൻഡ് ഹൈ നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ കുറച്ച് ജോബ് വർക്ക് ചെയ്തു. അതേ ടൈമിലാണ് കോയമ്പത്തൂർ ഒരു സ്ഥലം നോക്കിയിട്ട് മധുക്കര എന്നുള്ള സ്ഥലത്തേക്ക് എത്തിയത്. അവിടെ പിന്നെ കമ്പനിയായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു പോർഷൻ സേവ് ചെയ്ത പോർഷനിൽ നമ്മൾ വിത്തിൻ 1 മന്ത് തന്നെ പ്രൊഡക്ഷൻ എടുക്കുകയും ചെയ്തു. അപ്പോൾ അത് പുള്ളിയുടെ ഒരു വിൽ പവർ ആയിരുന്നു അല്ലേ? ഈവൻ ഈ കത്തിയതിൻ്റെ പിറ്റേന്ന് രാവിലെ അവിടുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. കമ്പനി ഫുള്ള് കത്തി. അതേപോലെ സ്റ്റാഫിനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഈ കമ്പനി ഞാൻ 1 മന്തിൽ തന്നെ റീസ്റ്റാർട്ട് ചെയ്യുന്നുള്ളൊരു വാക്കും അവർ കൊടുത്തു. അത് അതേപോലെ പാലിക്കും. അതെ, അതാണ് ഒരു സംരംഭകന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. അവിടെ നിന്ന് പിന്നെ വളർച്ചയായിരുന്നു അല്ലേ? ഇപ്പോൾ ഒരു കേരളത്തിൽ നിങ്ങൾ എത്ര സോപ്പ് വിൽക്കുന്നുണ്ടാവും? ഒരു മന്ത്ലി നോക്കുകയാണെങ്കിൽ ഒരു 6 മില്യൺ സോപ്സ് വിൽക്കുന്നുണ്ടാവും. 6 മില്യൺ. അപ്പോൾ നമുക്ക് കപ്പാസിറ്റി അത്രയുണ്ട്. അത്രയും കപ്പാസിറ്റി. 6 മില്യൺ എന്ന് പറഞ്ഞാൽ ഒരു 60 ലക്ഷം നിങ്ങളുടെ കപ്പാസിറ്റി അത്രയുണ്ട്. അപ്പോൾ ഇതിൽ ഫെസിലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ കഞ്ചിക്കോടാണോ അതോ മധുക്കരയാണോ?
മധുക്കരയാണ് വലിയ ഫാക്ടറി. വലിയ ഫാക്ടറി ഉള്ളത്. അത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. നമുക്ക് ഒരു സെക്കൻഡിൽ തന്നെ 3 സോപ്പ് വരും ആ മെഷീനിൽ. ഓക്കെ, ഒരു സെക്കൻഡ്. ഈ 60 ലക്ഷം സോപ്പ് കേരളത്തിൽ നമ്മളൊരു മാസം വെക്കുന്നു. ഒരു മാസം വെക്കുന്നുണ്ട്. ഓ, നമ്മുടെ കേരളത്തിന്റെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു പെർസെൻറ്റേജ് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ മാർക്കറ്റ് ഷെയർ എങ്ങനെയാണ്? മാർക്കറ്റ് ഷെയർ 21% ഓഫ് മാർക്കറ്റ് ഷെയർ ആണുള്ളത് കേരളത്തിൽ. 21%. സിംഗിൾ ബ്രാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് ബ്രാൻഡിനുള്ളത് വെറും 19% ആണ്. അതൊരു ഇന്റർനാഷണൽ ബ്രാൻഡുമാണ്. അപ്പോൾ നിങ്ങളാണ് ലീഡിങ് സിംഗിൾ ബ്രാൻഡിൽ നോക്കി. സിംഗിൾ ബ്രാൻഡ് നോക്കുകയാണെങ്കിൽ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ കേരളത്തിലെ നമ്പർ 1 ബ്രാൻഡായി. അതെ, 21% എന്ന് വെച്ചാൽ കേരളത്തിലെ 100-21 പേര് നമ്മളാണ് ഉപയോഗിക്കുന്നതെന്ന് പറയേണ്ടി വരും അതിൽ, അല്ലേ? അത് വളരെ ഉഗ്രം വളർച്ചയാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ ക്യൂട്ടി എത്ര എംപ്ലോയീസ് ഉണ്ട്? ഇപ്പം ക്യൂട്ടിയിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു 150ഓളം എംപ്ലോയീസ് ഉണ്ട്. എക്സലന്റ്. പ്രൊഡക്ഷനും സെയിൽസും ഒക്കെ അതിൻ്റെ ഒരു ബിസിനസ് മോഡൽ എങ്ങനെയാണ്? സൂപ്പർ സ്റ്റോക്കിസ്റ്റ് എങ്ങനെയാണ്? SS ആണ് ഫസ്റ്റ് ഞങ്ങൾ കൊടുക്കുന്ന സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ആണ്. അതിനുശേഷം ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, പിന്നെ ഹോൾസെയിൽ റീറ്റെയിൽ എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. അത് കംപ്ലീറ്റ് ഹാൻഡിൽ ചെയ്യുന്ന നമ്മുടെ സെയിൽസ് ടീം. അതെ, കംപ്ലീറ്റ് ഹാൻഡിൽ ചെയ്യുന്ന സെയിൽസ് ടീമാണ്. അതെ. എന്ത് വിറ്റുവരവുണ്ട് ഇപ്പോൾ ഒരു 100 CR ടേൺ ഓവറിലേക്ക് എത്തി. നമ്മളൊരു ചെറിയതായിട്ട് തുടങ്ങിയത് 100 കോടി വിറ്റുവരവുള്ള ഒരു കേരള ബ്രാൻഡാണ്. നമ്മൾ കേരളം കഴിഞ്ഞ വേറെ എവിടെയെങ്കിലും മാർക്കറ്റ് ഉണ്ടോ? ചെറിയ രീതിയിൽ ഇപ്പോൾ തമിഴ്നാട്ടിലും കർണാടകയിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും പ്യുവർലി ഇതൊരു കേരളത്തിനുള്ള ഒരു ബ്രാൻഡാണ്. കേരളത്തിൽ നിന്നുള്ള ഒരു ബ്രാൻഡാണ്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ള പ്രോഡക്ട്സുകളൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് വരുന്നുണ്ട്. അതെ. അപ്പോൾ അതൊരു വളർച്ച, അത് തീർച്ചയായും താങ്കളുടെ ഉപ്പയ്ക്ക് അർഹതപ്പെട്ടതാണ്. പക്ഷെ നിങ്ങൾ സെക്കൻഡ് ജനറേഷൻ ആണ്. അപ്പോൾ താങ്കളും താങ്കളുടെ ബ്രദറും ഈ ബിസിനസ് എപ്പോഴാണ് അതിലേക്ക് ഇറങ്ങിയത്? എവിടെ നിന്നാണ് ഇത് തുടക്കം? ഞങ്ങൾ 2024 ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞത്. UK നിന്ന് പഠിച്ചു കഴിഞ്ഞ് വന്നു. 2024 സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾക്ക് 2 പാർട്ടായിട്ടാണ് തന്നത്. ഞങ്ങൾക്കൊരു വേറൊരു സെഗ്മെൻ്റ് ഉണ്ട്, ഹോസ്പിറ്റാലിറ്റിയിലെ ഒരു റിസോർട്ട് ഉണ്ട്. അത് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നു. അതുകൂടാതെ പുതിയൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഹെർബൗഷ് എന്ന് പറഞ്ഞിട്ടൊരു ഹെർബൽ കോസ്മെറ്റിക് ബ്രാൻഡ്. അപ്പോൾ അത് എൻ്റെ ബ്രദർ നോക്കുന്നു. ക്യൂട്ടിയിൽ ഞങ്ങൾ 2 പേരുണ്ട്. പ്രൊഡക്ഷൻ എൻ്റെ ബ്രദർ നോക്കും, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഞാൻ നോക്കും. അങ്ങനെയാണ് ഡിവൈഡ് ചെയ്തത്. സെയിൽസിൽ തന്നെ ഡിവൈഡ് ഉണ്ട്. നോർത്ത് പുള്ളി നോക്കുന്നു, സൗത്ത് മാർക്കറ്റിംഗ്. അപ്പോൾ ഒരു ചെറിയ ചോദ്യം, നിങ്ങൾ വെറുതെ UK പോയി പഠിച്ചു എന്നുള്ളത് കൊണ്ട് നേരിട്ട് ഉപ്പ കാര്യങ്ങൾ അങ്ങോട്ട് ഏൽപ്പിക്കുമായിരുന്നോ? അതോ ഉപ്പ എന്തെങ്കിലും ബിസിനസ് ഒക്കെ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇതിന്റെ തുടക്കകാലം എന്ന് പറയുകയാണെങ്കിൽ ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ് മുതൽ തുടങ്ങിയിട്ടുണ്ട്. അന്നേ തുടങ്ങിയിട്ടുണ്ട്. അതെ. അതെന്താണത്? കുറേ എൻകറേജ്മെന്റ്സ് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നത് നമ്മൾ വെക്കേഷൻ ടൈം ഉണ്ടാവുമല്ലോ, 2 മാസം. അപ്പോൾ വീട്ടിൻ്റെ ഫ്രണ്ടിൽ എന്തെങ്കിലും കച്ചവടം ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ചെറിയൊരു പെട്ടിക്കട പോലെ ഒരു ചെറിയ ടേബിള്, അവിടെ കുറച്ച് മിഠായി, കുറച്ച് ലേസ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ നൈബേഴ്സിൽ തന്നെ വിറ്റിട്ട് ആയിരുന്നു തുടക്കം. അപ്പോൾ അപ്പോഴൊന്നും അറിയില്ല നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. പക്ഷേ ഒരു രസമായിരുന്നു. 2 മാസം നമുക്ക് എൻഗേജ്മെൻ്റ് ആവാൻ. പിന്നെ നമുക്ക് തന്നെ നമ്മുടെ സ്വന്തം ഇൻകം ഉണ്ടാവുന്നു ആ ടൈമിൽ. അപ്പോൾ അതിനുശേഷം ഞങ്ങൾക്ക് ഒരു പെട്ടി സോപ്പ് തന്നു. എന്നിട്ട് പറഞ്ഞു ഇത് വിറ്റ് കാണിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും സെയിൽസ് നടക്കില്ല. അപ്പോൾ സൈക്കിൾ എടുത്തു. എൻ്റെ ബ്രദറും ഞാനും കൂടെ സൈക്കിളിൽ പെട്ടി ബാക്കിൽ വെച്ചിട്ട് പോകും. അവിടെയുള്ള നൈബർ വീട്ടുകളിൽ കുറച്ച് അപ്പുറത്തേക്കൊക്കെ പോകും, വീട്ടിൽ സംസാരിക്കും, എന്നിട്ട് വിൽക്കും. അപ്പോൾ ഈ ടൈമിലൊക്കെ അത് വിൽക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മാത്രമാണ് ചെയ്തത്. പിന്നീട് ഇതിൻ്റെ തിയറീസ് പഠിക്കുമ്പോഴാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്, എക്സ്പീരിയൻസ് ചെയ്തത്. അതെ, പിന്നീടാണ് അത് മനസ്സിലാക്കിയത്. അപ്പം അതിനുശേഷം ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് കുറച്ചും കൂടെ മുതിർന്നപ്പോൾ കമ്പനിയിലേക്ക് കൊണ്ടുവരാറുണ്ടായിരുന്നു. റെഗുലറായിട്ട് എല്ലാ ദിവസവും കമ്പനിയിൽ കൊണ്ടുവരും. കമ്പനിയിൽ പാക്കിങ്ങിൽ അന്ന് ഈ പറഞ്ഞ ഫുൾ ഓട്ടോമാറ്റിക് മെഷീൻ ഇല്ല, സെമി ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ പാക്കിങ് ചെയ്യുന്ന ലേഡീസാണ്. ഇന്നും ആ കമ്പനിയിൽ ആ ലേഡീസിന് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രൊഡക്ഷൻ മാറിയപ്പോഴും അവരെ പറഞ്ഞു വിട്ടിട്ടില്ല. കാരണം അവർ കമ്പനീൻ്റെ കൂടെ ഉണ്ടായ ആൾക്കാരായിട്ട് അവരെന്നും ഉണ്ട്. അപ്പോൾ അവരെ കൂടെ നിന്നിട്ടായിരുന്നു പാക്കിങ് ചെയ്യിപ്പിക്കും. അപ്പോൾ അവരുടെ കൂടെ കഥകൾ പറയും, അവരുടെ കൂടെ നിന്നിട്ടാണ് പാക്കിങ് ചെയ്യും. അതുകൂടാതെ കമ്പനി ജസ്റ്റ് റൗണ്ട് അടിച്ച് വരാൻ പറയും. എന്നിട്ട് എന്തൊക്കെ നെഗറ്റീവ്സ് ആണ് കാണുന്നതെന്നാണ് പറയാം. നിങ്ങൾ പോസിറ്റീവ് പറയണ്ട, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് പറയാൻ പറയും. നിങ്ങൾ അടിച്ചിട്ട് നോക്കിയിട്ട് പറയും, ആ സോപ്പ് ഇതിൽ എക്സ്ട്രാ വന്നത് കണ്ടു, സോപ്പിൻ്റെ ഇവിടെ ക്ലീൻ അല്ല, അങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ ചെറുതായിട്ട് നോട്ട് ചെയ്ത് പറയും. അതിനുശേഷം ഞങ്ങൾ UK പോയപ്പോൾ ഞങ്ങളോട് പറഞ്ഞു എന്തെങ്കിലും ഒരു ജോബ് ചെയ്യണം പാർട്ട് ടൈം ആയിട്ട്. അപ്പോൾ ഞാനും ബ്രദറും 2 ഡിഫറെൻറ്റ് ഫേംസിൽ കയറി. അതേപോലെ ഒരു ഫാസ്റ്റ് ഫുഡിൻ്റെ ഫേമിൽ വർക്ക് ചെയ്തു. ഫ്രഞ്ച് ഫ്രൈസ് പൊരിക്കുന്ന സെഷനിലായിരുന്നു എൻ്റെ ജോബ്. അതുകൂടാതെ നല്ല ചൂടുമാണ്. അതിൻ്റെ കൂടെ തന്നെ അവിടുത്തെ ക്ലീനിങ്, വാഷിങ് എല്ലാം ഞങ്ങൾ തന്നെ ചെയ്യണം. അങ്ങനത്തെ ഒരു സെറ്റപ്പായിരുന്നു. അതിനുശേഷം ഒരു റെസ്റ്റോറൻറ്റിൽ വെയിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറേ എക്സ്പീരിയൻസസ് ലൈഫിൽ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹം പഠിപ്പിക്കും. അതെ, അതിപ്പോൾ എൻ്റെ എൻകറേജ്മെന്റ്സിലാണ് ഞങ്ങൾ അതൊക്കെ ചെയ്തത്. വേണമെങ്കിൽ പൈസ അയച്ചു തരാമായിരുന്നു. സ്വയം എക്സ്പെൻസ് ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നേരെ തിരിച്ചു വന്ന് ബിസിനസ്സിലേക്ക് കയറി. അവിടെയാണ് അടുത്ത ചാലഞ്ച്. ഇസ്മായിലെ, ഈ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത്
തുടങ്ങിയൊരു ബിസിനസ്. ഉം. അപ്പോൾ ഈ എംപ്ലോയീസ് കംപ്ലീറ്റ് അദ്ദേഹത്തെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിലുള്ള കോൺഫിഡൻസിൽ അവിടെ നിന്ന് വളർന്നവരാണ്. ആ. ഒരു സെക്കൻഡ് ജനറേഷനിലേക്കാണ് ഇപ്പോൾ അദ്ദേഹം കമ്പനി ഏൽപ്പിക്കുന്നത്. ആ അക്സെപ്റ്റൻസ് അത്ര എളുപ്പമുള്ള കാര്യമാണോ? നിങ്ങളുടെ ആശയങ്ങൾ പെട്ടെന്ന് വന്ന് നമുക്കത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ SOP ഉണ്ടാക്കുക KPI ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ പഴയ ആൾക്കാരൊക്കെ അക്സെപ്റ്റ് ചെയ്യുമോ? ഒരിക്കലും ഇല്ല. ഇത് ഞങ്ങൾ പോകുന്നതിന് മുന്നേ തന്നെ പഠിപ്പിച്ചൊരു കാര്യമായിരുന്നു. നിങ്ങൾ പോയിട്ട് അവിടെ ഇതൊക്കെ പഠിക്കും. ഈ പറഞ്ഞ സിസ്റ്റവും കാര്യങ്ങളൊക്കെ പഠിക്കും. ഒറ്റയടിക്ക് ഇംപ്ലിമെൻറ്റേഷൻ ഒരിക്കലും പോസിബിൾ അല്ല. നിങ്ങൾ ആദ്യം ഇവിടുത്തെ ആൾക്കാരെ പഠിക്കുക. ഇവിടുത്തെ ആൾക്കാർ പല രീതിയിൽ വന്ന് കമ്പനിയിൽ തുടക്ക രീതിയിൽ വന്ന് പ്രൊമോട്ടായി എത്തിയവരൊക്കെ ആയിരിക്കും. അവർക്ക് പലപ്പോഴും സിസ്റ്റം അറിയില്ല. പക്ഷേ അവരെടുക്കുന്ന പെർഫോമൻസ് ബാക്കിയുള്ളവരെക്കാട്ട് കൂടുതലായിരിക്കും. അപ്പോൾ ആദ്യം ആൾക്കാരെ പഠിച്ചിട്ട് വേണം നിങ്ങൾ ഓരോന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സിസ്റ്റം എന്ന് പറയുന്നത് ഒറ്റയടിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇറ്റ്സ് എ ലോങ് പ്രോസസ്സ്. അവർ പഠിച്ച് അവർക്കൊരു ഫ്രിക്ഷൻ ഇല്ലാത്ത രീതിയിൽ നമ്മളൊരു മാറ്റം മെല്ലെ മെല്ലെയാണ് കൊണ്ടുവരേണ്ടത്. അവർക്കും കൂടെ തോന്നണം ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള അവർ ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു തുടക്കം വരുന്നത്. അപ്പോൾ ഇപ്പോൾ ക്ലിയർ ആയിട്ട് നേരത്തെ മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആവേശത്തിൽ പോയി ഈ എല്ലാം ചെയ്യരുത്. ചെയ്യരുത്. കാരണം ആൾക്കാരെ കോൺഫിഡൻസിൽ എടുക്കാതെ ഒന്നും അതെ. ചെയ്യരുത്. അതെ. അതാണ് അദ്ദേഹം അർത്ഥമാക്കിയത് അതെ. അല്ലേ? അതിനിടയിലാണ് താങ്കൾ പറഞ്ഞത് താങ്കൾക്ക് QT സോപ്പിൻ്റെ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങും മറുവശത്ത് ഒരു അതെ. റിസോർട്ട്സ് എവിടെയാണത്? റിസോർട്ട് വരുന്നത് പാലക്കാട് മലമ്പുഴയിലാണ്. മലമ്പുഴ ഡാമിൽ നിന്ന് ഒരു 5 കിലോമീറ്റേഴ്സാണ് വരുന്നത്. ഓക്കെ, അതൊരു ഉപ്പട ഡ്രീം ആയിരുന്നു. അതെ, കോസ്മെറ്റിക്സ് ആണ് ബേസ് എങ്കിലും പണ്ടേ ഉള്ളൊരു ഡ്രീമാണ് ഒരു 5 സ്റ്റാർ ലെവലുള്ള ഒരു റിസോർട്ട് ഉണ്ടാക്കണം എന്നുള്ളത്. പ്യുവർലി ഒരു ഏകദേശം വർക്കിൻ്റെ മൊത്തം ഭാഗത്ത് ഉപ്പായിരുന്നു ഉള്ളത്. ഇവൻ നോമ്പ് പിടിച്ച ടൈമിൽ പോലും ഞാൻ കാണാറുണ്ടായിരുന്നു 2-3 പ്രാവശ്യം മലൻ്റെ മുകളിൽ പോയി വരും ഇതിൻ്റെ പണി നടക്കുന്ന ടൈമിൽ. അതിൽ അവിടെ യൂസ് ചെയ്യുന്ന വുഡ് 2 ബോട്ട് നമ്മൾ ബേപ്പൂരിൽ നിന്ന് വാങ്ങിയിട്ട് അത് പീസാക്കി അതിൽ നിന്നുണ്ടാക്കിയ വുഡ്സാണ് പലപ്പോഴും ഫർണിച്ചേഴ്സായിട്ടും അതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം നിന്ന് പണിയിച്ചെന്നൊക്കെ പറയേണ്ടി വരും അല്ലേ? ഒരു 70% ആർക്കിടെക്റ്റും ബാക്കിയുള്ള ഫുൾ ടൈം നിന്നത് ഉപ്പയാണ്. ഇത് എവിടെയാണ്? മലമ്പുഴ തെക്കേ മലമ്പുഴ എന്ന് പറയും. കവ ഏരിയ ഒക്കെ ഉണ്ട്, ആൾക്കാർ വരുന്ന ഏരിയ ആണ്. മലമ്പുഴ ഡാം റിസർവയറിനെ ഫേസ് ചെയ്തിട്ടുള്ള ഒരു റിസോർട്ടാണ്. ചുറ്റും മലയാണോ? ചുറ്റും മലയാണ്. ഫ്രണ്ടിൽ കാണുന്ന റിസർവയറിന്റെ വാട്ടർ ആണല്ലേ? അതൊരു ഡ്രിങ്കിങ് വാട്ടറാണ്. ആ പ്രദേശത്തുള്ള ആൾക്കാർ വരുന്നത്. വെരി ഗുഡ്. ഇസ്മായിൽ, അത് ചോദിച്ചോട്ടെ, കേരളം ഇങ്ങനെ നീണ്ടു പരന്നൊരു നമ്മളാകെയുള്ള ടൂറിസമാണ്. അതെ. നമ്മൾ തിരുവനന്തപുരം കോവളം തൊട്ട് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഓരോ ജില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ കൊല്ലം, ആലപ്പുഴ, അല്ലെ കൊച്ചി, അല്ലെ ഇടുക്കിയിലാണെങ്കിൽ മൂന്നാർ, ഇങ്ങനെ പോവാണ്. അങ്ങോട്ട് വരുമ്പോൾ ഇവൻ നിങ്ങളുടെ കാസർഗോഡ്, അദ്ദേഹത്തിൻ്റെയൊക്കെ ജന്മസ്ഥലം കാസർഗോഡ് വരെ ഒരു ടൂറിസ്റ്റ് സെൻ്റർ ആണെന്ന് പറയേണ്ടി വരും. ഈ പാലക്കാട് നമ്മൾ അങ്ങനെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട്, ഒരു ഡാം ഉണ്ടെന്നുള്ള സത്യമാണ്, പക്ഷെ എന്നാൽ അങ്ങനെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് ഇതുവരെ പ്രൊമോട്ട്, അവിടെ കൊണ്ടുപോയാണ് നിങ്ങൾ റിസോർട്ട്സ് വെച്ചിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആൾക്കാർ ഇതിനെ കാണുന്ന ഒരു രീതി, വയലും അല്ലെങ്കിൽ വെയിൽ, ഈ ഒരു രീതിയിലാണ് പാലക്കാടിന് അറിയപ്പെടുന്നത്. പക്ഷേ നല്ല ചൂടുണ്ട്. ഇതുള്ളത് കൊണ്ട് ബാക്കിയുള്ള ഒന്നുമില്ല എന്നുള്ള രീതിയിലുള്ളൊരു പ്രീഫിക്സ് ഓർ അങ്ങനത്തെ ഒരു മൈൻഡിലാണ് ആൾക്കാർ പാലക്കാടിനെ കാണുന്നത്. പക്ഷെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പല രീതിയിൽ പല ആംഗിളിലുള്ള അസറ്റ്സ് ഉണ്ട്. ഒരു നിധി എന്ന് തന്നെ പറയാം, ഒരു ഹിഡൻ ജെം എന്ന് പറയാൻ പറ്റും. കാരണം കൾച്ചർ പരമായിട്ട്, റിച്വലിസ്റ്റിക് പരമായിട്ട് ഇപ്പോൾ കൽപ്പാത്തി രഥോത്സവമൊക്കെ നടക്കുന്നുണ്ട്. പല ആൾക്കാർ പല സ്ഥലത്തു നിന്നാണ് അത് കാണാൻ വരുന്നത്. അതുകൂടാതെ ലിറ്ററേച്ചർ പരമായിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. OV വിജയൻ്റെ സ്മാരകം, അതിൽ തന്നെ തിയേറ്റേഴ്സും, അതിൽ കുറേ കാര്യങ്ങളുണ്ട്. അതുകൂടാതെ കുത്താമ്പള്ളി പോലത്തെ ബോർഡർ ലൈനിൽ വരുന്ന വീവിങ് വില്ലേജ് ഉണ്ട്. അതുകൂടാതെ പല സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ പല ആംഗിൾ, ഇപ്പോൾ വൈൽഡ് ലൈഫിലാണെങ്കിൽ പറമ്പിക്കുളം ടൈഗർ റിസർവ് ഉണ്ട്. ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഡെസ്റ്റിനേഷനാണ്. മനോഹരമായ ഒരു ഡാം ഉണ്ട് മലമ്പുഴ. അതെ, ഡാം ഉണ്ട്. ഡാം ഇപ്പോൾ അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല സെക്ടേഴ്സിലായിട്ടുള്ളൊരു സ്ഥലമാണ് പാലക്കാട്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു സപ്പോർട്ട് ടൂറിസം ഭാഗം ഉണ്ടായെങ്കിൽ ഈ ഒരു ഡെസ്റ്റിനേഷനാക്കി വളർത്താൻ പറ്റുന്നൊരു നല്ല സ്ഥലം. അതെ, കാരണം വേറൊരു ഉപകാരം കൂടെ ഉണ്ട്. ഇപ്പോൾ പല സമയത്ത് മൺസൂണിലാണ് ആൾക്കാർക്ക് കുറച്ചും കൂടി ട്രിപ്പ് പോകാൻ തോന്നാറ്. കാരണം കേരള മൺസൂൺ ഈസ് സംതിങ് സ്പെഷ്യൽ. അപ്പോൾ ആ ടൈമിൽ നമ്മൾ വേറെ പല ഡെസ്റ്റിനേഷനിൽ പോകുമ്പോൾ ഹെയർ പിൻസ് എടുക്കണം, ചുരം കയറി റിസ്ക് ഉണ്ട്, ലാൻഡ് സ്ലൈഡിന് ഇഷ്യൂ ഉണ്ട്. പാലക്കാട് ഈസ് എ ഹിൽ സ്റ്റേഷൻ, പക്ഷേ ഫ്ലാറ്റ് ആയിട്ടുള്ള, അതെ, അങ്ങനെ ഒരു എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമാണ്. അതേപോലെ കോയമ്പത്തൂർ എന്നുള്ളൊരു ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെറും 1 hour മതി പാലക്കാടേക്ക്. 20 minutes ഫ്രം റെയിൽവേ സ്റ്റേഷൻ. കൊച്ചിയിൽ നിന്നാണെങ്കിലും റോഡുകളൊക്കെ ഇപ്പോൾ നന്നായി അങ്ങോട്ട് വരാം. ആക്സസിബിലിറ്റി വളരെ ഉള്ളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അപ്പം ഇതിനെ ശരിക്കും ഒരു പ്രൊമോട്ട് ചെയ്ത നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു സ്ഥലം. താങ്കളുടെ സ്ഥാപനത്തിലേക്ക് വരാം. റിസോർട്ട്സ് എന്താണ് അതിൻ്റെ പേര്? ഓ റിവോയർ എന്നാണ് അതിൻ്റെ പേര്. ഓ റിവോയർ എന്താണ് അതിൻ്റെ അർത്ഥം?
ഗുഡ് ബൈ ടിൽ വി മീറ്റ് അഗെയിൻ എന്നാണ്. നിങ്ങൾ പോയാലും വീണ്ടും തിരിച്ചു വരും എന്നുള്ളൊരു അർത്ഥമാണ്. ഓക്കെ, ഇത് എന്ത് ഭാഷയെന്ന് കടമ? ഫ്രഞ്ച് വേർഡാണ്. ഫ്രഞ്ച് വേർഡാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു പ്യുവർലി റിസോർട്ട്സ് ആണോ? അതെ, വെൽനെസ് റിസോർട്ട്. വെൽനെസ് റിസോർട്ട്. അപ്പോൾ അത് നമ്മുടെ സാധാരണ റിസോർട്ട് പോലെ ലിഷറിന് വരുന്നതല്ല. ലെഷറിൽ മാത്രമല്ല, ഒരു പ്രീമിയം വെൽനെസ് ഡെസ്റ്റിനേഷൻ എന്ന് വിളിക്കാം ഇതിനെ. ഓക്കെ, എന്താ നിങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ നോർമൽ ആയുർവേദയിൽ നിന്ന്, ട്രഡീഷണൽ ആയുർവേദമാണ് ബേസ് എങ്കിലും നമ്മൾ അതിൽ നിന്നും വെൽനെസ്സിന് ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് സെല് ചെയ്യുന്നത്. അപ്പോൾ വെൽനെസ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വരും, നമ്മുടെ ഡയറ്റ് വരും, ബോഡി വരും, മൈൻഡ് വരും. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് ഇതിനെ ആൾക്കാർക്ക് പ്രോപ്പറായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യാണ് എന്തൊക്കെയാണ് നമ്മൾ ബോഡിയിൽ നോക്കേണ്ടത്. പലപ്പോഴും നമ്മൾ ട്രീറ്റ്മെൻറ്റ്സിന് പോകും. ഇപ്പോൾ ജിമ്മിൻ്റെ ആൾക്കാർ ഐസ് ബാത്ത് ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമുക്ക് വേണ്ട രീതിയിലുള്ള റിക്കവറി മെത്തേഡ്സ് അല്ല നമ്മൾ യൂസ് ചെയ്യുക. പെട്ടെന്ന് ഒരു സ്റ്റിഫ്നെസ് ഉണ്ടെങ്കിൽ പോയിട്ട് ഐസ് ബാത്ത് ചെയ്താൽ അത് കൂടുകയുള്ളൂ. ചിലപ്പോൾ ഹോട്ട് ട്രീറ്റ്മെൻറ്റ്സ് ആണ് വേണ്ട. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ബോഡിയെ പഠിക്കുന്നു. ഒരു പ്രീ കൺസൾട്ടേഷൻ ഉണ്ടാവും. ആ പ്രോസസ്സിലൂടെ ബോഡിയെ മനസ്സിലാക്കി, നിങ്ങളെ മനസ്സിലാക്കി, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെ മനസ്സിലാക്കി, അത് ത്രൂ ഔട്ട് ലൈഫിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ബിൽഡിങ്ങിൽ നമ്മളൊരു വെൽനെസ്സിനെ കൊണ്ടുവരിക. അവിടെ അപ്പോൾ അതിനുള്ള ഡോക്ടേഴ്സും അതിനുള്ള എക്സ്പേർട്സും? യെസ്, 2 ഡോക്ടേഴ്സ് ഉണ്ട്, ഏകദേശം 14+ തെറാപ്പിസ്റ്റുകളുണ്ട്, 8 ട്രീറ്റ്മെന്റ് റൂംസ്. തെറാപ്പി റൂംസ് ഉണ്ട്. ട്രീറ്റ്മെന്റ് റൂംസ് ഒരു 8 ട്രീറ്റ്മെന്റ് റൂംസ് ഉണ്ട്. ഈ റിസോർട്ട്സിൽ 8 ട്രീറ്റ്മെന്റ് റൂംസ് ആണ്? അല്ല, അത് സെപ്പറേറ്റ് ട്രീറ്റ്മെന്റ് റൂംസ് 8 റൂംസ് കാറ്റഗറി ആയിട്ട് 31 റൂംസ് ഉണ്ട്. 31 റൂംസും ഉണ്ട്. ഇതൊരു പ്രീമിയം കാറ്റഗറിയാണ്. ഒരു 5 സ്റ്റാർ ലെവലിൽ ഉള്ള ഒരു റിസോർട്ട്. ഓക്കെ, അപ്പോൾ ഈ നമ്മളവിടെ വരുന്നത് ലിഷർ കം വെൽനെസ് ആണ്. അതെ അതെ, ലിഷർ. അപ്പോൾ അവിടെ വന്നാൽ എത്ര ദിവസം അവിടെ സ്റ്റേ ചെയ്യണം? നമുക്ക് ആയുർവേദ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 3 ഡേയ്സ് മുതലാണ്. മിനിമം 3 ഡേയ്സ് മുതൽ 1 മന്തോളം നീങ്ങുന്ന ട്രീറ്റ്മെന്റ്സ് വരെയുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ വന്ന് എന്താണ് മറ്റുള്ളവരുമായിട്ട്, ഇപ്പോൾ നമ്മളിപ്പോൾ പല ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള എല്ലാ ആയുർവേദ ഹോസ്പിറ്റൽ അവർക്കൊക്കെ ഈ സെൻറ്റേഴ്സ് ഉണ്ട്. ഇങ്ങനത്തെ സെൻറ്റേഴ്സ് ഒന്നും എങ്ങനെ വ്യത്യാസം വരുന്ന വെച്ചാൽ, സെൻറ്റേഴ്സ് പലപ്പോഴും ഒരു പേഷ്യൻ്റ് രീതിയിലാണ് ആൾക്കാരെ കാണുക, ഗസ്റ്റിനെ കാണുക. അപ്പോൾ അവർ പോയി കഴിഞ്ഞാൽ പേഷ്യൻ്റ് ആണല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ആണ് ആദ്യം വരിക. രണ്ടാമത് അവർക്ക് ഫുഡാണ് കൺസേൺ വരിക, പയർ, കഞ്ഞി, അങ്ങനെ ഉള്ളൊരു ഇതിൽ നമുക്ക് മടുക്കും. കാരണം ലോങ് സ്റ്റേസ് ആകുമ്പോൾ മടുക്കും. അവിടെ നിന്ന് നമ്മൾ വ്യത്യസ്തമാകുന്ന ഒരു പേഷ്യൻ്റ് രീതിയിലുള്ള ഡ്രസ്സോ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. ലെഷർ രീതിയിൽ വരുന്നു. അവർക്കുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് ഷെഫ് പ്രിപ്പയർ ചെയ്യുന്ന വെജിൽ തന്നെ ഈവൻ ടിക്കാസ് തന്നെ 17ഓളം ടിക്കാസ് ഉണ്ട്. ഓക്കെ, ഈവൻ വാഴക്കടക്കം നമ്മൾ സ്ലൈസ് ചെയ്ത് പൊള്ളിച്ചിട്ട് അത് പ്രസൻറ്റബിൾ ആയിട്ട് അവർക്ക് പെട്ടെന്ന് കണ്ട് ഫിഷ് പൊരിച്ചതാണോ എന്ന് തോന്നുന്ന രീതിയിലുള്ള സംഭവമാണ്. അപ്പം ഒരു ഈ 7 ഡേയ്സ് ആണെങ്കിൽ 7 ഡേയ്സും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡയറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്നും അവർക്ക് മടുക്കാതെ പിന്നെ ബാക്കിയുള്ള കുറേ ആക്ടിവിറ്റി, മൈൻഡ്ഫുൾനെസ് ആയിട്ട് ബന്ധപ്പെട്ട കുറേ ആക്ടിവിറ്റീസും ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്യുമ്പം മറ്റുള്ള നേച്ചറുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിടക്കുക. അതെ, ഒരു ഹാഫ് പോർഷൻ നമ്മളെ ട്രീറ്റ്മെൻറ്റും നമ്മളെ എക്സ്പീരിയൻസ് കൊണ്ട് അവർക്ക് ഹീൽ ചെയ്യും. ഹാഫ് പോർഷൻ വിൽ ഡൺ ബൈ നേച്ചർ. കാരണം നമ്മുടെ റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ 3 വാട്ടർ സ്ട്രീംസ് ഉണ്ട്. ഓക്കെ, നാച്ചുറലായിട്ട് മലയിൽ നിന്ന് പെയ്യുന്ന വെള്ളം അതേപോലെ വരുന്ന, അത് ഞങ്ങൾ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിലൊന്നിനെ ഞങ്ങൾ മലമ്പുഴ ഡാമിൻ്റെ മിനിയേച്ചർ ആക്കിയിട്ടുണ്ട് വിത്ത് ഹാങ്ങിങ് ബ്രിഡ്ജ്. അങ്ങനെ മരങ്ങളാൽ ചുറ്റപ്പെട്ടതാണോ? അതെ, ഫുള്ളി മരങ്ങൾ. പ്രിസർവ് ചെയ്തിട്ടുണ്ടോ? അതിൽ 2 സ്ഥലത്ത് പ്രിസർവ് ചെയ്തിട്ടുണ്ട്. പല സ്ഥലത്തും പ്രിസർവ് ചെയ്തിട്ട് അതിൽ 2 ഭാഷ പ്രത്യേകം പറയേണ്ടതെന്ന് വെച്ചാൽ, ഞങ്ങൾ റെസ്റ്റോറൻറ്റിൻ്റെ സൈസ് വളരെ കുറവാണ്. അതിൻ്റെ ഒരു റീസൺ, റൈറ്റ് സൈഡിൽ ഒരു മരമുണ്ട്, അതിനെ ഞങ്ങൾ പൊളിക്കാതെ അത് മരത്തിനെ സേവ് ചെയ്യാൻ വേണ്ടി റെസ്റ്റോറൻറ്റ് സൈസ് ചെറുതാക്കുക ചെയ്തത്. അതേപോലെ ഈവൻ ബാങ്കറ്റ് ഹാളിൻ്റെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ നേരെ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു കർവാണ്. അത് ചെയ്തതിന് പ്രകാരം അവിടെ ഒരു നെല്ലിക്ക മരമുണ്ട്, അതിനെ സേവ് ചെയ്യാനാണ്. അതുപോലെ പല സ്ഥലത്തും നമ്മൾ ഈ മരത്തിനെ സേവ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ചുറ്റും എന്താണ്? അപ്പോൾ ചുറ്റും കാടാണ്. നമ്മൾ തൊട്ട് 100 ഫീറ്റ് പോയി കഴിഞ്ഞാൽ ഈ കാടാണ് വരുന്നത്. പിന്നെ മലകളാണ്. 360 ഡിഗ്രിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മലകളും പിന്നെ ഫ്രണ്ട് സൈഡിൽ ഡാമിൻ്റെ റിസർവോയറുമാണ്. ഓക്കെ, അപ്പോൾ ഈ വെൽനസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളവിടെ വരുന്നത് നമ്മളെ റിജുവനേറ്റ് ചെയ്ത് തിരിച്ചു വരിക എന്നുള്ള അർത്ഥത്തിലാണോ, അതോ എന്തെങ്കിലും നമുക്ക് ഇൽനെസ്സോ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനും വേണമെങ്കിൽ? രണ്ടും ചെയ്യാം. നമുക്ക് ആർത്രൈറ്റിസ്, അതുപോലെ ബാക്ക് പെയിൻ ഓർ വെയിറ്റ് ലോസ്, ഈ രീതിയിൽ പല ഷുഗറിൻ്റെ ഇഷ്യൂ, പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, ഈ എല്ലാത്തിനുമുള്ള ട്രീറ്റ്മെൻറ്റും അവിടെ നടക്കുന്നുണ്ട്. ഡി അഡിക്ഷൻ വരെ അതിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ശരി, ഇവിടെ വന്ന് താമസിക്കുന്നവരൊക്കെ എവിടെ നിന്ന് വരുന്ന ആൾക്കാരാണ്? ഇവിടെ താമസിക്കുന്ന ആൾക്കാർ കൂടുതൽ തമിഴ്നാട്ടിൽ നിന്ന് വരാറുണ്ട്. പക്ഷേ ആയുർവേദമൊക്കെ എനിക്ക് തോന്നിയത് കുറച്ചും കൂടെ നോർത്തും ഇൻ്റർനാഷണലുള്ള ഗസ്റ്റാണ്. അറബ്സ്, യൂറോപ്യൻസ്, അങ്ങനെയുള്ള ഗസ്റ്റാണ് കൂടുതൽ വരാറ്. ഇപ്പോൾ ഒരു സീസണാണ് തുടങ്ങുന്നത്. അതെ, ഓഗസ്റ്റിൽ കർക്കിടക പറഞ്ഞൊരു ഹീലിംഗ് മന്ത് വരാൻ പോവാണ്. അതിന് പാർട്ടായിട്ട് പല ആൾക്കാരും പല സ്ഥലത്തുനിന്നും വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ മലയാളികളൊക്കെ വരുന്നുണ്ടോ? മലയാളികൾ കുറവാണ്, എന്നാലും ആയുർവേദക്ക് ഇപ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കാരാണ് കൂടുതൽ വരാറ്. ഇത് അറിഞ്ഞു വരുന്നേ ഉള്ളൂ ഈ റിസോർട്ട്. അവിടെ എത്ര എംപ്ലോയീസ് ഉണ്ട്?
80ഓളം എംപ്ലോയീസ് വെരി അവിടെ. ഗുഡ്. അവിടെയും നമ്മളൊരു 80 പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. അവിടെ 150 ആണ്, ഇവിടെ 80 ആണ്. കാരണം സർവീസ് ഇൻഡസ്ട്രി ആണ്, അവിടെ കൂടും അതെ അതെ അല്ലേ? നമുക്ക് തിരിച്ച് ക്യൂട്ടിയിലോട്ട് പോകാം. ക്യൂട്ടിയുടെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? ക്യൂട്ടിയുടെ ഭാവി ഇനി ഒരു ഓൾ ഇന്ത്യയിലുള്ള ഒരു എക്സ്പാൻഷൻ പ്ലാൻ ഉണ്ട്. അതുകൂടാതെ ഞങ്ങൾക്ക് പ്രയാൻ എന്ന് പറഞ്ഞൊരു വിഷൻ ഉണ്ട്. 2030 ആകുമ്പോഴത്തേക്ക് ഒരു 1000 CR കമ്പനിയാക്കി കമ്പനിയെ വളർത്താന്നുള്ളതിൽ ഹ്യൂജ് പോർഷൻ വെച്ചിരിക്കുന്ന ക്യൂട്ടിക്ക് വേണ്ടിയിട്ടാണ്. ഈ SKUs ബാക്കി വന്ന ഹാൻഡ് വാഷ് മറ്റ് പ്രോഡക്ട്സിനെയും വളർത്തുക. ക്യൂട്ടിയും ഇനിയും കേരളത്തിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ആ രീതിയിലേക്ക് കമ്പനീനെ വളർത്താനാണ് ഉദ്ദേശിക്കുന്നത്. റിസോർട്ട്സിന്റെ ഭാവി സ്വപ്നങ്ങൾ എന്താണ്? റിസോർട്ട്സിനെ ഇതൊരു വെൽനസ് ഡെസ്റ്റിനേഷനാക്കി മാറ്റണം. പാലക്കാടിനെ ഒരു നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കണം. അതുകൂടാതെ ഇനിയും ടൂറിസ്റ്റുകളെയും മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ഇതിനെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ള രീതിയാണ്. ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു ബ്രാൻഡ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഉപ്പ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് അതെ അല്ലേ? ഇസ്മായിലും താങ്കളുടെ ബ്രദറും രണ്ടുപേരും ചേർന്നാണ് അതിന് റൺ ചെയ്യുന്നത്. അപ്പോൾ ഒരു അടുത്ത തലമുറ ആ ഉപ്പ ചെയ്ത അതേ പാറ്റേണിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതെ വളരെ ശക്തമായി. അത് തീർച്ചയായിട്ടും താങ്കൾ കണ്ട ഈ 1000 കോടി ഇതിലോട്ടൊക്കെ എത്തും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. വിശ്വാസത്തിൽ തന്നെ. താങ്കൾക്ക് എന്ത് പ്രായമുണ്ട്? എനിക്ക് 23 വയസ്സാണ്. 23 വയസ്സിലാണ് താങ്കൾ ഇവിടെ വന്നിരുന്ന താങ്കളുടെ ഈ സംരംഭത്തിന്റെ കഥ പറയുന്നത്. അപ്പോൾ ഈ കോൺഫിഡൻസ് ഒക്കെ ഉപ്പയിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. ഓഫ് കോഴ്സ് ഉപ്പക്കാണ് ആദ്യം നന്ദി പറയേണ്ടത്. നിങ്ങളുടെ ഈ വിജയത്തിന്റെ പിന്നിൽ ആരോടൊക്കെ നന്ദി പറയേണ്ടി വരും? ഒന്നാമത് പറയുകയാണെങ്കിൽ ടു ദ ഓൾമൈറ്റി അല്ലാഹു. രണ്ടാമത് ഉപ്പനെ പറ്റി പറയണം. ഉപ്പയാണ് ത്രൂ ഔട്ട് ദ ജേണിയിൽ ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ ഫാമിലി. അതുകൂടാതെ ഏറ്റവും വലിയ പാർട്ടാണ് ഞങ്ങളുടെ കൂടെ തന്ന എംപ്ലോയീസ്. തുടക്കം മുതൽ 2007 മുതൽ സ്റ്റാർട്ട് ചെയ്ത എംപ്ലോയീസ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു വർക്കൗണ്ടാണ് കമ്പനിയുടെ ഒരു വിജയം ഉണ്ടായിരിക്കുന്നത്. ജസ്റ്റ് ഞങ്ങൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ആൾക്കാർ അക്സെപ്റ്റ്, ഓഫ് കോഴ്സ് കസ്റ്റമേഴ്സ് അടുത്ത ഒരു സെക്ടേഴ്സാണ്. ലാസ്റ്റ് പറയുകയാണെങ്കിൽ കസ്റ്റമേഴ്സിനാണ് പറയുക. അവർ അക്സെപ്റ്റ് ചെയ്തു. അതേപോലെ ഈ വർക്കേഴ്സ്, ഞങ്ങൾ കൂടെയുള്ള ഈ ഫാമിലി, ഇവരുടെ ഒരു പൂർണ്ണമായ ശക്തമായ അവർ നമ്മൾ ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ പോലെ ഞങ്ങൾ മക്കളെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരെല്ലാവരും കൂടെ ഉള്ളത് കൊണ്ടാണ് ഈ കമ്പനിക്ക് ഇങ്ങനെ ഒരു വിജയം ഉണ്ടാക്കിയത്. സോ അവരോടൊക്കെ നന്ദി പറയുന്നു. നിങ്ങൾ കേട്ടു ക്യൂട്ടി, നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നുള്ള ഒരു വലിയ ബ്രാൻഡ്. പലപ്പോഴും കേരളം പോലെ നമ്മളെപ്പോഴും പറയാറുണ്ട്, ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. ഇവിടെയാണ് നമ്മുടെ മൾട്ടിനാഷണലുകളും കോർപ്പറേറ്റുകളൊക്കെ പ്രോഡക്റ്റ്സ് കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യുന്നത്, എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്, ഡംപ് ചെയ്യുന്നത്. നമ്മളത് ഉപയോഗിച്ച് ഉപഭോക്ത ഒരു സംസ്കാരം അല്ലെങ്കിൽ ഉപഭോക്ത സംസ്ഥാനം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെയല്ല, അതൊരു കൺസ്യൂമർ സ്റ്റേറ്റ് അല്ല. നമ്മുടേതായ ബ്രാൻഡുകളും ഇവിടെ ഉണ്ട്, മാർക്കറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട്. പല കോർപ്പറേറ്റുകളുടെയും വലിയ മൾട്ടിനാഷണൽ കമ്പനിയുടെ ഉൽപ്പന്നത്തിൻ്റെ മുകളിൽ കയറി നിൽക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരും നമ്മുടെ കൂടെയുണ്ട്. ദ ക്യൂട്ടി അതിന് ഉദാത്തമായ ഒരു ഉദാഹരണമാണ്. എനിക്ക് തോന്നുന്നു നമ്മളും ഇതുപോലെ ചിന്തിച്ചു തുടങ്ങണം. എന്തുകൊണ്ട് പുറത്തുനിന്നുള്ള ബ്രാൻഡുകൾ വന്ന് നമ്മുടെ സംസ്ഥാനത്ത് അവർ നമ്പർ 1 ആവുന്നു? എന്തുകൊണ്ട് നമുക്കൊരു ബ്രാൻഡ് പടുത്തുയർത്തി നമ്പർ 1 ആവാൻ സാധിക്കില്ല? ക്യൂട്ടിയെ മാതൃകയാക്കിയാൽ മതി. അവർ നന്നായി പഠിച്ചിട്ടാണ് ആ മാർക്കറ്റിലേക്ക് ഇറങ്ങിയത്. കൺസ്യൂമറിന് എന്താ വേണ്ടതെന്ന് വ്യക്തമായി അവർക്കറിയാം. അത് വാല്യൂ ഫോർ മണി ആയിരുന്നു, നല്ല ക്വാളിറ്റി. അത് കൊടുത്തുകൊണ്ട് അവർ വളർന്നു. അതോടൊപ്പം 100 കോടി വിറ്റുവരവുള്ളൊരു ബ്രാൻഡ്, 21% മാർക്കറ്റ് ഷെയർ കേരളത്തിൽ. അത് വലിയ കാര്യം തന്നെയാണ്. അതിലേറ്റവും രസകരമായ കാര്യം, 23 വയസ്സുള്ളൊരു ചെറുപ്പക്കാരനാണ് എൻ്റെ ഈ കോഫി വിത്ത് ഷമീമിൻ്റെ സ്പാർക്കിൻ്റെ ചാനലിൽ വന്നിരുന്ന കോൺഫിഡൻസോടുകൂടി സംസാരിക്കുന്നത്. അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവിന് തന്നെ നന്ദി പറയേണ്ടി വരും. കാരണം ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് കൊടുത്തതിൽ അത്രയ്ക്ക് അവർ പ്രാപ്തരാണ്. അടുത്ത ജനറേഷൻ പ്രിപ്പയർഡാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ട്വിൻ ബ്രദറുണ്ട്, നമ്മുടെ കൂടെ ഉണ്ടായിട്ടില്ല ഇന്ന്. പക്ഷേ ഇതാണ് സംരംഭം എന്ന് പറയുന്നത്. അടുത്ത ജനറേഷനെ പ്രിപ്പയർ ചെയ്ത് കൃത്യമായി കൈമാറി അവരെ പ്രാപ്തരാക്കുക, അവരത് വളർത്തുമെന്ന് ഉറപ്പുവരുത്തുക. ഇത്തരം സംരംഭങ്ങളും സംരംഭകരും ഒക്കെ നമ്മുടെ നാട്ടിലെത്തട്ടെ, നാട്ടിൽ ഇനിയും ഉണ്ടാവട്ടെ. ഇസ്മായിൽ, വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. താങ്കളുടെ ബ്രദറിനെ കൂടി കൊണ്ടുവരണമായിരുന്നു എനിക്ക് തോന്നുന്നത്. കേട്ടപ്പോൾ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്ന രസമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾ ഈ ക്യൂട്ടി ഷോപ്പ്, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ക്യൂട്ടി ഷോപ്പ് ഇനിയും വളർത്തുക, ആ ബ്രാൻഡ് വലുതാവട്ടെ. അതിനോടൊപ്പം റിസോർട്ട്സ് നല്ലൊരു ആശയമാണ്, വെൽനസ് നമ്മൾ കേരളം മുന്നോട്ട് വയ്ക്കുന്നൊരു ആശയം. താങ്കളുടെ സ്വപ്നം അത് ഞാനും എൻ്റെ മനസ്സിലുണ്ട്. എവിടെയെങ്കിലൊക്കെ ചിലപ്പോൾ ഞാൻ സംസാരിക്കും. കാരണം പാലക്കാട് ചിലപ്പോൾ നമ്മളൊരു അണ്ടർഡോഗാണ്. നമ്മൾ പറയുന്നില്ല പാലക്കാടിനെ കുറിച്ച്. അതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെ ആവണം. അങ്ങനെ തന്നെ ആയിത്തീരട്ടെ. നിങ്ങൾ കണ്ട എല്ലാ സ്വപ്നങ്ങളും പൂവണിയട്ടെ. എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു.